ഇന്നലെ എന്ന നോവലിൽ നിന്ന്. ദുഷ്ടത വിഡ്ഢിത്തത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അവൾ തന്നെ പരോക്ഷമായി പരിഹസിക്കുകയാണോ എന്നയാൾക്ക് തോന്നി. ഞാൻ ഈ ഗ്രാമത്തിൽ ജനിച്ച് ഇവിടെ വളർന്നവനാണ്. ഇവിടത്തുകാരെ എനിക്ക് നന്നായിട്ട് അറിയാം. ധൈര്യമായി തന്നെ നിങ്ങൾക്ക് ഈ നാട്ടിൽ തങ്ങാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും. ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിൽ എവിടെ താമസിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ വേണ്ട സഹായം ചെയ്യാം. തുടർന്നുള്ള ദിവസങ്ങളിൽ അയാൾ വളരെ ജാഗ്രത പാലിച്ചു. അനാവശ്യമായി സംസാരിച്ചില്ല, വികാരങ്ങൾ പ്രകടിപ്പിച്ചില്ല. ചൊക്കലിംഗത്തെ സൂത്രത്തിൽ ആസ്പത്രിയിൽ നിന്നും ഒഴിവാക്കി. ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ തലേദിവസം അയാൾ അന്വേഷിച്ചു. ലാവണ്യ എന്തു തീരുമാനിച്ചു? കവിളിൽ നുണക്കുഴികൾ വിരിയിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇവിടെ തന്നെ തങ്ങാമെന്ന്. നിന്നെ ആരും അന്വേഷിച്ചു വന്നിട്ടില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട കേട്ടോ. നിനക്കിവിടെ തങ്ങാം. വിദ്യാഭ്യാസമുണ്ടല്ലോ. ഇവിടുത്തെ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യാം. നിന്നെ ആരും അന്വേഷിച്ചു വന്നിട്ടില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട കേട്ടോ. എനിക്കിവിടെ തങ്ങാം. വിദ്യാഭ്യാസമുണ്ടല്ലോ. ഇവിടുത്തെ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യാം. കുറഞ്ഞത് 400 രൂപയെങ്കിലും കിട്ടും. അതുകൊണ്ട് നിനക്ക് മാനമായി കഴിയാം. എൻ്റെ മോളോട് പറയുന്നത് പോലെ പറയാണ് എന്നൊക്കെ അയാൾ ഒരുതരം അധികാര സ്വരത്തിൽ പറയും. പക്ഷേ അയാളുടെ സംസാരത്തിനും നോട്ടത്തിനും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം അവളെ ഭയപ്പെടുത്തി.